ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു നാളും കൂടെ നമുക്ക് നൽകിയിരിക്കെ നമ്മൾ ഈ തമിഴ് മെസ്സിൻ്റെ 45-ാം എപ്പിസോഡിലേക്ക് നമ്മൾ പോവുകയാണ്. 45-ാം എപ്പിസോഡ്. 45-ാം എപ്പിസോഡിൽ എന്നെ ആണ്ടവർ നമ്മളോട് എന്നെ പേശിയിരിക്കുകയെന്ന് നമുക്കൊന്ന് பார்க்கலாம். என்ன ஆண்டவர் சொல்லுதுன்னு നമുക്കൊന്ന് பார்த்து നോക്കാം. இங்கே சொல்லியிருக்கிறது இது നമ്മളെ എഫെസ്യ ലേഖനം 5-ാം അധ്യായം. എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 28 മുതൽ നമുക്ക് കീഴോട്ട് വാസിച്ചിടാം. 28 എന്നാ சொல்லுது? വണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇங்கே ஆண்டவர் ஒரு எக்ஸாம்பிள் வச்சிருக்கே. ஆண்டவர் என்ன எக்ஸாம்பிள் வச்சிருக்கே? எப்படி ஆண்டவர் തൻ്റെ സഭയെ നേസിക്കുന്നവോ, അതായത് ആണ്ടവർ നേസിക്കുന്നത് എപ്പടിത്താൻ ആണ്ടവർ നേസിക്കുന്നത് നമുക്ക് അത് അവൻ്റെ സ്വന്തം ശരീരം നൽകി. നേരത്തെ നമ്മൾ പഠിച്ചാച്ച്. അതായത് ആണ്ടവർ നമ്മളെ എപ്പടി സഭയെ നേസിക്കുന്നോ അപ്പടിത്താൻ നമ്മൾ എന്നാ പണണം? നമ്മൾ ആരെ നേസിക്കണം? നമ്മുടെ ഭാര്യമാരെ അല്ലെങ്കിൽ മനവിയെ അല്ലെങ്കിൽ നമ്മുടെ പൊണ്ടാട്ടിയെ നമ്മൾ നേസിക്കണം എന്ന് ഇங்கே சொல்லிയിരിക്കും. ഇங்கே ആണ്ടവർ சொல்லிയിരിക്കുന്നത് എപ്പടിത്താൻ നിങ്ങൾ വണ്ണം, അതായത് അപ്പടി അതേമാതിരി, അതായത് എക്സാക്ട്ലി സെയിം മാതിരി അല്ല. നിനക്ക് വേറെ ഒരു മെഷർമെൻറ്റുമേ കിടക്കാതെ. മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഒരു രീതിയിൽ നമുക്ക് ഒന്നുമേ சொல்ல പറ്റില്ല. നിനക്ക് എക്സാമ്പിൾ ആണ്ടവർ തന്നെ വെച്ചിരിക്കെ. ആണ്ടവർ വെച്ചിരിക്കുന്ന അതേപടി താൻ നിനക്ക് പണണം. അല്ലാതെ നിനക്ക് വേറെ പണ്ണാൻ മുടിയാതെ. അതുകൊണ്ട് എന്നാ ചൊല്ലിരിക്കെ? വണ്ണം ഭർത്താക്കന്മാർ നിങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ട. അതായത് സ്വന്തം ശരീരത്തെ, അതായത് ഞാൻ നേരത്തെ ചൊല്ലിയ സ്വന്തം ശരീരം എന്ന് ചൊല്ലിയാൽ നമ്മുടെ ശരീരത്തെ നമുക്ക് ഹേർട്ട് പണ്ണാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് നമുക്ക് ദുഃഖം, നമുക്ക് മുറിവുണ്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് നമുക്ക് വലിയ ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വലിയ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ നമ്മൾ അത് ആ ശരീരഭാഗം നമ്മൾ മുറിച്ചേ കളഞ്ഞിടുമോ? അതായത് നമ്മുടെ ശരീരത്തെ നമ്മൾ എപ്പടി നേസിക്കുന്നുവോ അതേമാതിരി, അതായത് അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് ചൊല്ലിയാൽ ആ സെയിം സ്റ്റാൻഡേർഡ് താൻ, വേറെ സ്റ്റാൻഡേർഡേ கிடைக்காது. അതായത് ആണ്ടോറെ എപ്പടി സഭയെ നേസിക്കുന്നുവോ അപ്പടി നമ്മളും നമ്മുടെ ഭാര്യമാരെ അല്ലെങ്കിൽ നമ്മുടെ പൊണ്ടാട്ടിയെ അല്ലെങ്കിൽ നമ്മുടെ മനവിയെ നേസിക്കണം. അത് എപ്പടി നേസിക്കണമെന്ന് ചൊല്ലിയത് അത് നേസിക്കേണ്ട അതിന് എപ്പടി നിന്റെ ശരീരത്തെ നീ നേസിക്കുന്നുവോ അപ്പടി നീ എന്നാ പറയണം? നിന്റെ മനവിയെ നീ നേസിക്കണം എന്നെങ്കിൽ ചൊല്ലിയിരിക്കും. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കും. നീ രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ചൊല്ലു. നീ ഭാര്യയെ നേസിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നീ നിന്റെ മനവിയെ നേസിക്കുന്നെങ്കിൽ എന്നാ ഇങ്ങനെ ചൊല്ലുക? സ്നേഹിക്കും തന്നെത്താൻ അത് നമ്മളെ തന്നെ നമ്മൾ നേസിക്കുകയാണ്. അതായത് മനവിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഇരിക്കുക. നീ മനവിയെ നീ അപ്പടിയെ കളയാതെ. നമ്മൾ വിചാരിക്കും നമ്മൾ എല്ലാമേ നമ്മൾ ഇന്ത്യൻ കൾച്ചർ വെച്ച് എന്നാ പാക്കുന്നത് നമുക്ക് தெரியுமா? மனைவி என்று சொல்லியால் அது வேலைக்காரி. அவக்க வீட்டில் வேலையெல்லாம் செய்வா, குழந்தைகளை பெறுவா. அதுதான் அவரோட வேலை. வீடு கிளீன் பண்ணுவா, குழந்தைகளை வளர்த்துவா, അല്ലെങ്കിൽ பெறுவா. அதுதான் அவரோட வேலை. அப்படி அல்ல. இங்கே ஆண்டவர் சொல்லுது, நீ எப்படி நின்னை ஸ்நேகிക്കുന്നവோ அப்படித்தான் நீ அவளையும் ஸ்நேகிக்கணும், நேசிக்கணும். நேசிക്കുന്നതിന് മാനദണ്ഡം என்ன சொல்லிக்க? நீ எப்படி തന്നെത്താൻ என்ன சொல்லுது? നീ அப்படி അവളെ നേസിക്കുമ്പോൾ നീ തന്നെത്താൻ സ്നേഹിക്കണം. അതായത് നീ അവളെ നേസിക്കുന്നത് നീ തന്നെത്താനെ നേസിക്കുന്ന മാതിരി താൻ, അല്ലാതെ വേറെ രീതിയിലല്ല. നീ അത് മാറ്റി നീ അപ്പടി ചിന്തിക്കാതെ. നീ അപ്പടി ചിന്തിക്കുന്ന തപ്പ് താൻ. 29-ാം വാക്യത്തിൽ എന്നാ? ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ല. അതായത് ഇങ്ങ ചൊല്ലുത്, നിങ്ങൾ ആരുമേ നിന്റെ സ്വന്തം ശരീരത്തെ നീ പകച്ചിരിക്ക. അതായത് നിനക്കൊരു വലി വരുമ്പോൾ നിന്റെ കൈ വെട്ടിക്കളയുമാ? കാലിൽ ഒരു വലി വന്നു കഴിഞ്ഞാൽ നീ കാല് വെട്ടിക്കളയുമാ? അല്ലെങ്കിൽ ഒരു നെഞ്ചിലൊരു വലി വരുവാണെങ്കിൽ അത് നെഞ്ചിലെ ഹൃദയത്തെ എടുത്ത് ദൂരെ കളയുമാ? അല്ലെങ്കിൽ നമുക്ക് കണ്ണിന് ഒരു വലി വരുമ്പോൾ കണ്ണെ ചുളിന്നെടുത്ത് കളയുമാ?
അല്ല ചെവിക്ക് ഒരു വേദന, ചെവിയെ മുറിച്ച് കളഞ്ഞിടുമാ? മൂക്കിനൊരു വലി വന്നു കഴിഞ്ഞാൽ മൂക്കിൽ കൂടെ തണ്ണി വരുമ്പോൾ മൂക്കെ മുറിച്ച് കളഞ്ഞിടുമാ? അതായത് നീ എപ്പടി നിന്റെ ശരീരത്തെ നേസിക്കുമോ അതേപോലെ നീ എന്നാ பண்ணണം? നിന്റെ മനവിയെ നീ നേസിക്കണം. ഇത് ഞാൻ சொல்லுവല്ല, ഇത് വചനം சொல்லுകയാണ്. ആവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. 29 ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ല. ആരുമേ തൻ്റെ ശരീരത്തെ പകച്ചിട്ടില്ല. അവരോട് ദേഷ്യം വെച്ചിട്ടില്ല. നീ നിന്റെ ശരീരത്തോട് ദേഷ്യം വെച്ചിരിക്കേ. നിനക്ക് എപ്പോഴും നിനക്ക് രമ്പ വലി വന്നിരിക്കുക. അതുകൊണ്ട് നീ ആ ദേഷ്യം വെച്ചിട്ട് നീ നിന്റെ ശരീരത്തെ നീ എടുത്ത് കളഞ്ഞിടുമാ? നിനക്ക് ഒരു ചെറിയ ഒരു വലി വന്നു കഴിഞ്ഞാൽ നീ എന്നാ பண்ணும்? ഒന്നേ നീ മറന്നു വെച്ച് അല്ലെങ്കിൽ നീ മാത്ര വെച്ച് നീ മാത്ര ഷാപ്പിട്ട് നിനക്ക് വലി മാറ്റാൻ വേണ്ടി നീ നോക്കും. അതേപടി താൻ നീ സ്വന്തം ശരീരത്തെ നീ എപ്പോഴും നേസിക്കുന്നുവോ അതേപടി നീ എന്നാ പറയണം? നിന്റെ മനവിയെ നീ സ്നേഹിക്കണം, നിന്റെ പൊണ്ടാട്ടിയെ നീ സ്നേഹിക്കണം, അല്ലെങ്കിൽ നിന്റെ ഭാര്യയെ നീ നേസിക്കണം. നീ அப்படி நேசிക്കുന്നില്ലെങ്കിൽ അത് തപ്പ് தான். ஆண்டவர் சொல்லுது നീ തപ്പ് பண்ணுவா. அதுதான் இங்கே നമ്മൾ നമുക്ക് ഒരു നാളും എന്നിട്ട് അതിനെ എക്സാമ്പിൾ അതേ എപ്പടി എന്ന് ചൊല്ലിയ ക്രിസ്തുവും സഭയെ എന്ന പോലെ അതിനെ പോറ്റി പുലർത്തുകയെ അത്രേ ചെയ്ത്. അതായത് ക്രിസ്തു, അതായത് ആണ്ടവരായ യേശു ക്രിസ്തു സഭയെ പോറ്റി പുലർത്തുക. നീ பார்க்கணும், சபை எல்லாமே கரெக்டாக அல்ல செய்யுது. ഏത് സഭ നല്ല കറക്റ്റായിട്ട് ചെയ്ത് ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ ഏത് സഭ നല്ലപോലെ പണിയിരിക്കുന്നത്? ആണ്ടവർ சொல்லுന്ന മാതിരി ഒരു സഭയും ചെയ്യാതെ എല്ലാവരും അവരവരുടെ രീതിയിൽ അവർക്ക് സ്വന്തം വഴിയിരിക്കുക, സ്വന്തം രീതി ഇരിക്കുക. അവർ சொல்லுന്ന இப்படிதான் போகணும் എന്ന് சொல்லி നമ്മൾ അത്. എന്നാൽ ആ സഭയെ അപ്പടി ഇരിക്കുന്ന സഭയെ ആണ്ടവർ എന്നെ சொல்லுക നേസിക്കുന്നത്. അതായത് നമ്മുടെ മനവിയെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയെ അല്ലെങ്കിൽ നമ്മുടെ പൊണ്ടാട്ടിയെ നമ്മൾ എപ്പടി നേസിക്കണം ചൊല്ലിയാൽ അതായത് അവൾ തപ്പ് ചെയ്തിടും. തപ്പ് ചെയ്യാതെ ഇരിക്കാതെ അവൾ തപ്പ് ചെയ്തിടും. എന്നാൽ നമ്മൾ എപ്പടി ആണ്ടവരായ യേശു ക്രിസ്തു സ്വന്തം സഭയെ എപ്പടി നേസിച്ചാച്ചേ അപ്പടി നിനക്ക് നിന്റെ പൊണ്ടാട്ടിയെ നേസിക്കണം, നിന്റെ ഭാര്യയെ നീ നേസിക്കണം, അല്ലെങ്കിൽ നിന്റെ മനവിയെ നീ നേസിക്കണം എന്ന് ഇങ്ങനെ ആണ്ടവർ சொல்லுது. അതുകൊണ്ട് തന്നെ ആണ്ടവർ ചർച്ചിനെ പറ്റി ചൊല്ലിയിരിക്കുക. അതുകൊണ്ട് തന്നെ സഭയെ തന്നെ ചൊല്ലിക്കുക. ഇങ്ങനെ ചൊല്ലിക്കുക നാം ക്രിസ്തുവും സഭയെന്ന് പറഞ്ഞാൽ ചർച്ച്. അതായത് ചർച്ച് എന്ന് പറഞ്ഞാൽ ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ ചർച്ച്. അതായത് ആണ്ടവരായ ചർച്ച് എന്ന് ചൊല്ലുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ചർച്ച് ബിൽഡിംഗ് അല്ലെന്ന്. சர்ச் பில்டிங் அல்ல இங்கே சொல்லுது. அதாவது சர்ச்சில் மெம்பர்ஸ்னை பற்றி நான் சொல்லுது. சர்ச்சில் மெம்பர்ஸ் எப்படி இருக்கு? അതായത് ചർച്ചിലെ മെമ്പറെ നീ ഓരോ മെമ്പറിനെ ചർച്ച് ബിൽഡിംഗ് അല്ല ചർച്ച്. അത് നമ്മളെങ്കിൽ കൂടുന്ന ഇടം, അത് ചർച്ചയെ കിടക്കാതെ നമ്മൾ എங்கே കൂടുന്നോ അത് താൻ ചർച്ച്. അതായത് എங்கே വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്നോ അതാണ് താൻ ചർച്ച്. ആ ചർച്ചിലെ മെമ്പേഴ്സ്, അതായത് അതിലെ അംഗങ്ങൾ അവരോട് നമ്മൾ എപ്പടി ചെയ്യുന്നു നിനക്ക് தெரியுமா? ഒരുത്തൻ വലത്തോട്ട് പോകുമ്പോൾ ഒരുത്തൻ ഇടത്തോട്ട് പോകും, ഒരുത്തൻ മുമ്പോട്ട് പോകുമ്പോൾ ഒരുത്തൻ പിന്നോട്ട് പോകും, ഒരുത്തൻ അത് ചൊല്ലുമ്പോൾ ഇത് തപ്പ അത് തപ്പ അപ്പടി പയ്യ ഇത് ചെയ്യാ അത് ചെയ്യാ, നിനക്ക് ഇത് പ്രോബ്ലം ആ പ്രോബ്ലം, നിനക്ക് തപ്പ എല്ലാമേ നീ കാണിച്ചിരിക്കും. അത് ആണ്ടവരുടെ ചിത്തം താൻ. ആണ്ടവർ ചൊല്ലിക്കുന്ന നീ സഭയെ എപ്പടി നേസിക്കണമെന്നാ ചൊല്ലിരിക്കേ. നിന്റെ സ്വന്തം ശരീരം പോലെ നേസിക്കണം. നീ അപ്പടി നേസിക്കണം. നിന്റെ കൈക്ക് വലിയ വരുമ്പോൾ നീ എന്തുകൊണ്ട് കൈ മുറിച്ച് കളയുന്നില്ല? നിന്റെ കാലിക്ക് വലിയ വരുമ്പോൾ കാലെന്തുകൊണ്ട് മുറിച്ച് കളയുന്നില്ല? അല്ലെങ്കിൽ നിനക്ക് വയറിന് വേദന വരുമ്പോൾ വയറെന്തുകൊണ്ട് മുറിച്ച് കളയുന്നില്ല? നീ അപ്പടി കളയാതെ. அது தானே இங்கே சொல்லுது. ஆண்டவர் எப்படி சபையை நேசிச்சோ அப்படி நீயும் நேசிக்கணும் என்ன சொல்லு. சபை என்ன போல அதனை போற்றி, அது மட்டுமല്ല அது போற்றி புலர்த்தோம். അതിനെ ഫീഡ് பண்ணும், അതിന് தேவை உள்ளது நம்ம കൊടുത്തിടുவோம். നിന്റെ മനവി ചെയ്തില്ലെങ്കിൽ നീ അവർ ആഹാരം കൊടുക്കാതെ അപ്പടി ഇരിക്കുന്ന ആൾക്കാർ ഇത്തിരിക്കും ഉപദ്രവിച്ചിടും, അല്ലെങ്കിൽ അവരെ അടിച്ചിടും, അല്ലെങ്കിൽ അവരോട് മോശമായി പെരുമാറിയിടും. ஆண்டவர் என்ன சொல்லுது? போற்றி புலர்த்தும். அதாவது அவருக்கு தேவையுള്ളത് എല്ലാമേ കൊടുക്കും. അവർക്ക് വസ്ത്രം വേണമെങ്കിൽ വസ്ത്രം കൊടുക്കുക, തുണി വേണമെങ്കിൽ തുണി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ആഹാരം വേണമെങ്കിൽ അവർക്ക് കൊടുക്കുക. അവർക്ക് വേണ്ടിയത് എന്നെ അവർക്ക് தேவைப்படும் അത് നീ കൊടുക്കും. അത് ആരപ്പടി ചെയ്ത് നിനക്ക് എക്സാമ്പിൾ നീ വേറെ ആരുമേ എടുക്കാതെ
നമ്മൾ എപ്പോഴും അവരങ്ങനെ ചെയ്യുക, ഇവരങ്ങനെ ചെയ്യുക, അവരങ്ങനെ ചെയ്യുക. அப்படியல்ல. நீ ஆறு தான் எக்ஸாம்பிள்? ஆண்டவர் தான் எக்ஸாம்பிள். ஆண்டவர் சொல்றது, ഞാൻ எப்படி എൻ്റെ സഭയെ പോറ്റി പുലർത്തുന്നു, അല്ലെങ്കിൽ ഞാൻ எப்படி എൻ്റെ സഭയെ ഞാൻ പാക്കുന്നു, അല്ലെങ്കിൽ അതിന് അവർക്ക് തേവയുള്ളതെല്ലാം ഞാൻ കൊടുക്കുന്നു. അതേപോലെ നീ എന്നെ പണണം, നിന്റെ മനവിയോട് നീ നേസം കാണിക്കണം. നീ അവർക്ക് ആവശ്യമുള്ളതെല്ലാമേ കൊടുത്തിടണം, അവളെ സ്വന്തം ശരീരം പോലെ സ്നേഹിച്ചിടണം എന്ന് താനെങ്കിൽ അതാണ് തെളിവ്. ഞാൻ എൻ്റെ സമയം ഇങ്ങനെ മുടിഞ്ഞാച്ച് ഞാൻ പിന്നെയും ഞാൻ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഇതിനെപ്പറ്റി നമുക്കൊന്നും കൂടെ വിസാരിച്ചിടാം. സമയം എങ്കിൽ മുടിഞ്ഞാച്ച്. അതുകൊണ്ട് എന്നെ ഞാൻ சொல்லுது, ஆண்டவர் சொல்லுது, നിന്റെ മനവി നിനക്ക് പെരിയ ഇമ്പോർട്ടൻ്റ് വ്യക്തി താൻ. നീ നിന്റെ മനവിയെ നിനക്ക് കളയാൻ മുടിയാതെ. എന്തെങ്കിലും ഒരു രണ്ട് വഴക്കുണ്ടായി കഴിഞ്ഞാൽ എന്നെ சொல்லுന്നത് என்ன தெரியுமா? டிவோர்ஸ் பண்ணிடும். நீ போயிட, ഞാൻ നിന്നെ ഡിവോഴ്സ് നിന്നെ വിവാഹമോചനം பண்ணிடும், അല്ലെങ്കിൽ ഞാൻ നിനക്ക് തലാഖ് பண்ணிடும். നിനക്ക് அப்படி ചെയ്യാൻ പറ്റുമോ? നിന്റെ ശരീരത്തിൽ നിന്റെ കൈയോ അല്ലെ കാലയോ നമ്മുടെ ശരീരത്തിലെ ഒരു അംഗം அப்படி തപ്പ് ചെയ്താൽ നീ അത് മുറിച്ച് കളയുമോ? നീ തന്നെ വിസാരിച്ച് പാർക്ക. നീ അന്നേരം പിന്നെ നിന്റെ ഭാര്യയെ നീ എപ്പടി ഡിവോഴ്സ് பண்ணிடும், അല്ലെങ്കിൽ നിന്റെ ഭാര്യയെ നീ എപ്പടി சொல்லிடும், നീ എനിക്ക് നിനക്ക് തേവപ്പെടാതെ. ഞാൻ കല്യാണം പണി, അതൊക്കെ ശരിതാൻ. പക്ഷേ നീ ഇപ്പം ഞാൻ പറയുന്ന കേൾക്കാ, അതുകൊണ്ട് ഞാൻ നിന്നെ ഡിവോഴ്സ് பண்ணிடுവ. എപ്പടി നീ എപ്പടി சொல்லிடும்? നിനക്ക് ആണ്ടവർ നിനക്കൊരു കൂട്ട് നമ്മൾ ആദിയാഗമത്തിൽ നമ്മൾ சொல்லிக்க, ആണ്ടവർ നിനക്ക് തക്ക തുണയെ തന്നിരിക്കുക. എന്ന തുണ തന്നിരിക്കുക? തക്ക തുണ എന്ന് പറഞ്ഞാൽ അതിന് പറ്റുന്ന വേറെ ഒരു തുണയെ കിടക്കാതെ ആണ്ടവർ നൽകിയത് നിനക്ക് എന്നെ ചിത്തം ഇരിക്കുക, അല്ലെങ്കിൽ നിനക്ക് എന്നെ തേവപ്പെടുമോ അതെല്ലാം അവളിൽ നിനക്ക് തന്നിരിക്കുക. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഇരിക്കുക നിന്റെ മനവിയെ. മനവിയെ നീ അപ്പടി തപ്പ് വിചാരിച്ച് നീ കളയാതെ. മനവിയെ നീ നേസിക്കണമെന്ന് ഇங்கே ആണ്ടവർ சொல்லிയിരിക്കുക, ഞാൻ എപ്പടി സഭയെ നേസിച്ചിരിക്കെ അപ്പടി വേണം നീയും നേസിക്കേണ്ടത്. ഞാൻ എപ്പടി സഭയെ ഞാൻ പോറ്റി പുലർത്തുന്നു, അല്ലെങ്കിൽ ഞാൻ അതിന് തേവയായ എല്ലാമേ ഞാൻ കൊടുക്കുന്നു, അതേപോലെ നീയും നിന്റെ മനവിക്ക് നീ ചെയ്യണം. അതായത് നിന്റെ കുടുംബത്തിന് നീ പണ്ണണം എന്ന് ഇങ്ങനെ ചൊല്ലിയിരിക്കും. ആണ്ടവർ നമുക്ക് നൽകിയ പെരിയ സ്നേഹം അത് നമുക്ക് കാണാൻ പറ്റും. ആണ്ടവർ നമ്മളോട് കാണിച്ച പെരിയ സ്നേഹം അത് പോട്ടെ, എന്നാൽ നമുക്കൊരു പെരിയ സ്നേഹം തരുവാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് നേസിക്കാൻ വേണ്ടി, എപ്പോഴുമേ കൂടെ നിൽക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ മനവി തന്നിരിക്കുക. ആ മനവിയെ നീ അപ്പടി തപ്പ് വിചാരിച്ച് നീ അവളെ കളയാതെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിർത്തുവാണ്. എൻ്റെ സമയം മുടിഞ്ഞാച്ച്. എൻ്റെ നമ്പർ 9791843308 9791843308. ആർക്കെങ്കിലും എന്നോട് പേശണമെങ്കിൽ എന്നോട് പേശിടാം. ആണ്ടവരുടെ നാമം മഹിമപ്പെടാതെ. ആമേൻ.